തെരേസയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും കസ്റ്റമൈസേഷനാണ്. അതുകൊണ്ട് പർച്ചേസിന് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും മിക്കവാറും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു ലെഹങ്ക ഓർഡർ വന്നു, അല്ലെങ്കിൽ ദുപ്പട്ടയ്ക്ക് ഓർഡർ വന്നു, ദുപ്പട്ടയുടെ സൈഡ്സ് എന്ത് ചെയ്യും, ബോർഡേഴ്സ് കൊടുക്കാൻ പറ്റുമോ, സാരിക്ക് സൈഡിൽ ബോർഡർ കുറച്ച് വർക്ക് ഉള്ളതായ കുഴപ്പമില്ല ചേച്ചി, ചെറിയൊരു ടിഷ്യൂ ഫിനിഷ് കിട്ടുമോ, അങ്ങനെയൊക്കെ എപ്പോഴും എൻക്വയറീസ് വരുന്നത് കാരണമാണ് ഈ പ്രാവശ്യം ഞാൻ അവിടെ പർച്ചേസിന് പോയപ്പം ഞാൻ ജസ്റ്റ് അവരുടെ അടുത്ത് ബോർഡേഴ്സ് ആയിട്ട് റണ്ണിങ് ഫാബ്രിക് ആണ് ചെയ്ത് തരാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ചില ഫാബ്രിക്സ് ഒക്കെ 60 ഇഞ്ച് വിട്ടാണ്. അപ്പോൾ ഇത് നെറ്റിൽ ഇപ്പോൾ ബോർഡേഴ്സ് മാത്രമാണ് ലൈനപ്പ് ചെയ്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗോൾഡൻ സീക്വൻസും സിൽവർ സീക്വൻസും രണ്ടും ചെയ്തിട്ടുണ്ട്. ഇത് ഡയബിൾ ആണ്, നമുക്ക് ഏത് കളറിലേക്ക് വേണമെങ്കിലും ഇത് ബോർഡേഴ്സ് ഡൈ ചെയ്തെടുക്കാം. പ്ലസ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 56 ഇഞ്ച് വിഡ്ത്താണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ 1000 റേഞ്ചിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഈ സ്പെസിഫിക് ആയിട്ട് ഇത് 1425 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ 1 മീറ്റർ നമ്മളത് എടുത്താൽ ഒരു സാരിക്ക് സഫീഷ്യൻ്റ് ആണ്. ഇപ്പോൾ ഒരു സൽവാറാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമെങ്കിൽ സൽവാറിൻ്റെ 4 സൈഡ്സ് ദുപ്പട്ടയുടെ സൈഡിലും ടോപ്പിലും ഒക്കെ ചെറുതായിട്ട് എന്ത് വേണേലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു നഷ്ടമല്ല. നമ്മളിപ്പോൾ ലേസ് എടുക്കാൻ പോകുമ്പോൾ 10 മീറ്റർ 9 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ മീറ്റർ എടുക്കുന്ന നേരം ഇത് ഈ ഒരു സംഭവത്തിൽ തീരും. എന്നാൽ വർക്ക് ഉള്ളത് കാരണം നല്ല ഭംഗിയാണ് കാണാനായിട്ടും. കണ്ടോ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് അവൈലബിൾ ആണ്. അത് കുറച്ചുകൂടി ഹെവി ആയിട്ട് സീക്വൻസ് ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ഇതിന് 1095 ആണ് റേഞ്ച് വരുന്നത്. പിന്നത്തെ വരുന്നതെന്ന് പറയുന്നത് മിറർ വർക്ക്. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഗോൾഡും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ജസ്റ്റ് ആ മിറർ വർക്കിൻ്റെ തന്നെ ബോർഡേഴ്സ് തന്നെയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നല്ലൊരു ലെഹങ്ക ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വിഡ്ത്തിൽ ഒരു 6 ബോർഡറിൻ്റെ വിഡ്ത്തിൽ സൈഡിൽ അടിയിൽ ബോർഡർ വേണം, അങ്ങനെ വെച്ചിട്ടാണ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ നല്ല രസമായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. റേഞ്ച് വരുന്നത് ഇതിന് 575 ആണ്. ഇതിപ്പോൾ നെറ്റിലാണ്, നമുക്ക് ഏത് ഷെയ്ഡിലേക്കും ഇത് ഡൈ ചെയ്യാം. മിറേഴ്സിൻ്റെ ത്രെഡ്സ് ഡൈ ആവില്ല. അപ്പോൾ സിൽവർ കോമ്പോയിൽ വേണ്ടവർക്ക് ഇത് നല്ലൊരു പീസാണ്. അതേപോലെ തന്നെയാണ് ടിഷ്യൂസ് വരുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യണം, ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് വേണ്ട, കുറച്ച് ടിഷ്യൂ ഷെയ്ഡ് വന്നോട്ടെ എന്നുള്ളവർക്ക് ഇതും ഡയബിൾ തന്നെയാണ്. ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും നല്ല ഭംഗിയായത് കണ്ടോ, ഗോൾഡിലും ആ മിറേഴ്സ് വന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊന്നുമല്ല, ഇതൊരു ടോപ്പായിട്ട് ഫ്രണ്ടിൽ സ്ട്രൈപ്സ് ഡിസൈൻസ് ആയിട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാനും കുഴപ്പമില്ല. ഈ മെറ്റീരിയലിൻ്റെ ഏതാണ്ട് 720 ആണ്. അപ്പോൾ പല റേഞ്ചസ് ആൻഡ് പല ഡിസൈൻസിലുള്ള ബോർഡേഴ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു ക്വസ്റ്റ്യനുള്ള ആൻസറാണത്.